ബിനാമി ഇടപാട് പരാതിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായ PP ദിവ്യക്കെതിരെ വിജിലൻസ് അന്വേഷണമില്ല. പ്രഥമ ദൃഷ്ട്യാ കഴമ്പില്ലാത്തതിനാൽ പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ അനുമതി നിഷേധിച്ചു. പകരം നടപടിക്രമങ്ങളിലെ വീഴ്ച അന്വേഷിക്കാൻ തദ്ദേശ വിജിലൻസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ PP ദിവ്യ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബിനാമി കമ്പനി ആരംഭിച്ചു. ഈ കമ്പനിക്ക് ജില്ലാ പഞ്ചായത്തിലെ നിർമ്മാണ കരാറുകൾ നൽകി. കമ്പനി അധികൃതരും ദിവ്യയുടെ ഭർത്താവും അടുത്ത സുഹൃത്തുക്കളാണ്. സാമ്പത്തിക നേട്ടത്തിനായി കമ്പനി രൂപീകരിച്ച് കരാറുകൾ നേടിയത് അഴിമതിയാണ്. ഇതായിരുന്നു KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസിന്റെ പരാതിയുടെ ഉള്ളടക്കം. എന്നാൽ പരാതിയിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ വിജിലൻസ് അന്വേഷണത്തിനുള്ള അനുമതി നിഷേധിച്ചു. പ്രാഥമിക അന്വേഷണത്തിനുള്ള അനുമതിയാണ് നിഷേധിച്ചത്. ദിവ്യക്കെതിരെ തെളിവുകളുടെ അഭാവമുണ്ട്. അതിനാൽ അഴിമതി നിരോധന നിയമത്തിലുള്ള വകുപ്പ് പ്രകാരം അന്വേഷിക്കാൻ കഴിയില്ല. സർക്കാർ നിലപാടിനെതിരെ രംഗത്തെത്തിയ പരാതിക്കാരൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കി. സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം ഏതായാലും എടുത്ത സ്ഥിതിക്ക് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ നേരത്തെ ഉള്ള എനിക്ക് ലഭിച്ച വിധിയുടെ കൂടെ അടിസ്ഥാനത്തിൽ തന്നെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരാഴ്ചക്കകം വിജിലൻസ് മറുപടി പറയണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. അന്വേഷണം വേണ്ടെന്ന നിലപാട് സർക്കാർ ഉടൻ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.